അപ്പോൾ നമ്മുടെ വാർഷിക ദിവസത്തിൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. വന്ന പാടെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ കുന്നോളത്തേക്ക് ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ നമ്മുടെ വിവാഹ വാർഷികം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ വലിയ ആഘോഷമായിട്ടോ കേക്ക് മുറിക്കലോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല കേട്ടോ. ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചിട്ടുള്ളത്. കാരണം 10ാമത്തെ വാർഷികവും പിന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ആങ്ങളെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു കേക്ക് കൊടുന്നു. അങ്ങനെ കേക്ക് മുറിക്കുക എന്നുള്ളത് അങ്ങനെ വലിയ പ്രധാനമായിട്ടൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങൾ ചെറുതായിട്ട് ഇതേപോലെ വല്ലപ്പോഴും രാത്രി അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിക്കുക. അത് നമ്മളെ വീട്ടുകാരെയും നമ്മളെ കുട്ടികളും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ആഘോഷം മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ നാളായിട്ടുണ്ട് ഒരു ആമമോതിരം വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും വാങ്ങിയേ പറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് ഇന്ന് അങ്ങനെ വാങ്ങാനായിട്ട് പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവസാനം കാണിക്കാൻ വാങ്ങിയിട്ടുള്ള മോതിരം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ. പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 2-3 വാർഷിക വീഡിയോ ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ, ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര തണവ് നോക്കുമ്പോൾ നമ്മളിത് ആ AC-യുടെ തൊട്ട് താഴെയാണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര തണവായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ തണവ് എന്ന് പറയുന്നത് ഇപ്പോൾ ജലദോഷവും പനിയും ചുമയൊന്നും ആർക്കും വിട്ടുമാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഷവർമ്മയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞാനും ലച്ചുവിനും ഷവർമ്മ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകുട്ടൻ ആദ്യം ഷവർമ്മ മതി എന്നുണ്ട്. പിന്നെ അവൻ പറഞ്ഞു ബിരിയാണി കഴിച്ചാലോ എന്ന് ചോദിച്ചിട്ട് അവന് ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഒരു ബിരിയാണി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവനത് മുഴുവൻ കഴിക്കൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് ലച്ചുവിനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബിരിയാണി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ അവനെ ബിരിയാണി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൊടുന്ന ഷവർമ്മയിൽ നിന്ന് അവന് കുറച്ച് കൊടുക്കുകയാണ്. കാരണം അവന് ഷവർമ്മയും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും മനസ്സായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ലച്ചു എന്തായാലും അത് ഫുള്ള് കഴിക്കില്ല. ശ്രീകുട്ടൻ ബിരിയാണി ഒറ്റയ്ക്ക് ഫുള്ളും കഴിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വിധം വാങ്ങാന്ന് വെച്ചാൽ ഞങ്ങൾക്കും അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഷവർമ്മ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കുടുക്കയിലൊക്കെയാണ് കേട്ടോ അവന് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ വലിയ ഒരു ഇഷ്ടം തോന്നിയില്ല, കാരണം മസാല ഒന്നും ഇല്ലാത്ത പോലെ തോന്നി. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ മാംഗോ ജ്യൂസും അതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ വെജ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ചേട്ടനോട് ആര് ജ്യൂസ് കഴിച്ചോളാൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ എന്തോ ബർഗർ മാത്രം ഉണ്ടായിരുന്നുള്ള വെജിൻ്റെ. അപ്പോൾ അത് ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നമ്മൾ പുറത്തേക്കൊക്കെ പോയപ്പോൾ ഇതേപോലെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചപ്പോൾ ആൾക്ക് ഇതേപോലെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പൊറോട്ടയും കടലക്കറി അങ്ങനെ എന്തൊക്കെയായിരുന്നു കിട്ടിയത്. പിന്നെ അതിനോട് ഭക്ഷണത്തിൽ